ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇനി എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകും എന്ന് സംശയിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ മനസ്സിന് ഭയങ്കര വിഷമം, ഏകാന്തത, ഒറ്റപ്പെടൽ, ഇങ്ങനെ പലതരത്തിലുള്ള വേവലാതികൾ ഇങ്ങനെയൊക്കെ കടന്നുപോയി നമ്മൾ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്ന സമയങ്ങൾ പ്രത്യേകിച്ച് പ്രയോഗിക്കാനുള്ള ഒരു ടിപ്പാണ് സിസ്റ്റർ എന്ന് പറഞ്ഞു തരുന്നത്. സിമ്പിളാണ്. 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ് 3 സ്റ്റെപ്പ് ഫോർവേഡ്. എന്താ 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ് 3 സ്റ്റെപ്പ് ഫോർവേഡ്? 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫ് അവയർനെസ് കേട്ടിട്ടില്ലേ? സ്വയ അവബോധം. നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു ധാരണ വേണം. നമുക്ക് നമ്മളെ പറ്റി ഒരു ബോധം. അതായത് നമ്മൾ സാധാരണ ഒരു സോഫാ സെറ്റിയിലോ ഒരു കസേരയിൽ ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കുക, എന്താ എൻ്റെ പ്രശ്നം, ഞാൻ ആരാ, എൻ്റെ പെരുമാറ്റങ്ങൾ ഓക്കെ അല്ലേ, എന്താ പ്രശ്നം, എനിക്ക് സന്തോഷമാണോ, എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വികാരം ഏതാ? ഇതുപോലെ നമ്മൾ നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുന്നു. അത് പ്രശ്നങ്ങളാകാം, നല്ലതായിരിക്കാം, ബലഹീനതകളായിരിക്കും, പോരായ്മകളായിരിക്കും. ഓക്കെ, നമ്മളെ പറ്റി തന്നെ അവെയർ ആക്കാം. ഓക്കെ, ഇനി 1 സ്റ്റെപ്പ് ഫോർവേഡ്. ഈ ഫോർവേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഓടിയിട്ടാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ പഞ്ചറടിച്ച് വീഴുന്നത്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് ഓടണ്ട. 1 സ്റ്റെപ്പ് ഫോർവേഡ് നമ്മൾ ഒരാളുടെ കയ്യെ പിടിക്കുന്നു, കൈ ചേർത്ത് വയ്ക്കുന്നു. അതാരാ? പരിശുദ്ധാത്മാവ്, ദൈവം തന്ന സഹായകൻ. ഓക്കെ, ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നതും ഒരു കൂട്ടം ആൾക്കാർ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ രസമല്ലേ? നമുക്ക് തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് ഉഷാറായിട്ട് നമുക്ക് അധ്വാനിക്കാം. ഇതുപോലെ നമ്മുടെ കൂടെ അധ്വാനിക്കാൻ നമ്മൾ കൂട്ടിന് വിളിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ, നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഫോർവേഡ്, സ്റ്റെപ്പ് നമ്പർ 2. ഓക്കെ, ഫോർവേഡിൽ രണ്ടാമത്തത് നമ്മൾ ഒരു കൈയിൽ ആരെ പിടിച്ചു? പരിശുദ്ധാത്മാവിനെ പിടിച്ചു. മറ്റേ കൈ കൊണ്ട് നമ്മൾ ഫോൺ വിളിക്കുവാണ്. ആരെ ഫോൺ വിളിക്കണം? സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ടില്ലേ ജെറമിയ 33:3 എന്നെ വിളിക്കുക, ഞാൻ മറുപടി തരും, നിന്റെ ബുദ്ധിക്ക് അതീതമായ രഹസ്യവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തി തരും. ഓക്കെ, അപ്പോൾ എപ്പോഴും ലൈനിലായിരിക്കുന്ന, ബിസിയല്ലാത്ത, കോള് കട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഹോൾഡിലിടാത്ത നമ്മുടെ ദൈവം. ഓക്കെ, ദൈവത്തെ ചേർത്ത് പിടിക്കുക. അതിന് എങ്ങനെ ചെയ്യാൻ പറ്റും? വചനം ജീവനുള്ളതാണ്. വിത്തിട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് മുളച്ചു കയറി ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ വചനം നമ്മൾ ഇടുന്നു. അപ്പം നമ്മുടെ ബലഹീനമായ വിശ്വാസത്തെ വചനം കൊണ്ട് സ്ട്രോങ് ആക്കുന്നു. ഓക്കെ, നമ്മുടെ ബലഹീനമായ സ്വപ്നത്തെ വചനത്തിൻ്റെ സപ്പോർട്ട് കൂടി സ്ട്രോങ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഫോർവേഡ് എന്താണ്? നന്ദി പറയുക. ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൈപിടിച്ചു, ദൈവത്തെ കോണ്ടാക്ട് ചെയ്തു, നമ്മൾ അടുത്ത ബല്ലേ പോലെ നമ്മൾ ദൈവത്തിന് നന്ദി പറയും. തന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവമേ ജീവനുണ്ട് അല്ലേ? ഇന്നലത്തെ രാത്രി അവസാന രാത്രിയായ ആൾക്കാരുണ്ട്, പക്ഷെ ഇതെനിക്ക് ജീവനുണ്ട്, എനിക്ക് എല്ലാ പ്രാഥമിക കൃത്യങ്ങളും നിർവഹിക്കാൻ പറ്റിയത് ഈ പച്ചപ്പ് എന്ത് സുന്ദരമാണ് ഇവിടെയൊക്കെ കാണാൻ. ഇതുപോലെ ദൈവത്തിന് ഇതിലും തൂണിലും തുരുമ്പിലും ഓരോ ചുവട് വെക്കുമ്പോഴും നമ്മൾ നന്ദി പറയുന്നു. നമ്മുടെ കുറവുകൾ ഓർത്ത് നന്ദി പറയുന്നു. കാരണം അതാണ് നമ്മൾ ദൈവത്തിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കുകയും ഒരു ആശ്രയത്വ ബോധം കൊണ്ടുവരുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്ലൂം ചെയ്യും, നമ്മൾ കുറച്ചുകൂടി ഉഷാറായി മാറും. അപ്പം ടിപ്പ് എങ്ങനെയാ? 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ് 3 സ്റ്റെപ്പ് ഫോർവേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വരുമ്പോൾ, ഉദാഹരണത്തിന് സിസ്റ്റർ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്, ഈശോയെ എനിക്ക് ഇത്രയും വളർന്നാൽ പോരാ, എനിക്ക് കുറച്ചുകൂടി ശാരീരികമായിട്ടല്ല, കുറച്ചുകൂടി ആത്മീയമായിട്ട് വളരണം, കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിപ്പെടണം, കുറച്ചുകൂടി ആൾക്കാരെ കുറച്ചുകൂടി അതിരിഭേദിച്ച് വ്യാപിക്കണം. അതാണ് ഞാൻ കണ്ടെത്തിയ എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പിന് ഞാൻ ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ നയിക്കണമേ, എന്നിൽ വസിക്കണമേ, എന്നെ ഉച്ച തൊട്ട് ഉള്ളം കാല് വരെ ആത്മാവ് കൊണ്ട് പൊതിയണമേ. നീ ഇല്ലാതെ എനിക്ക് ഓടിയാൽ ഓരോടോ എത്തത്തില്ല. എൻ്റെ പരിശുദ്ധാത്മാവെ കൂടെ ആയിരിക്കണേ. പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? വിളിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏശയ്യ 54:2 നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശീലകൾ വയ്ക്കുക, കുറ്റികൾ ഉറപ്പിക്കുക, കയറുകളാവുന്നത്ര അയച്ചു കെട്ടുക. ഇതുപോലെ ദിനവൃത്താന്തം 4:10 പറയുന്നത്, യാബസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കുകയും ചെയ്യണമേ, അങ്ങയുടെ കരം എന്നോടൊപ്പം ഉണ്ടാകണമേ, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഓക്കെ, അപ്പോൾ വേർഡ് ഓഫ് ഗോഡ് വെച്ച് എൻ്റെ ആഗ്രഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. മൂന്നാമത്തത്, ദൈവമേ തന്ന അനുഗ്രഹങ്ങൾ, ദൈവമേ എനിക്ക് ഒത്തിരി ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോ, എന്നെ നീ തിരഞ്ഞെടുത്തതിന് ഓർത്ത് നന്ദി പറയുന്നു ഈശോ, എനിക്ക് ഇന്ന് ജീവിതം തന്നതിന്, എൻ്റെ ഫാമിലി തന്നതിന്, എൻ്റെ സഭ തന്നതിന്, ഇന്ന് ഞാൻ ആസ്വദിക്കുന്ന എല്ലാം എനിക്ക് തന്നത് നിൻ്റെ ദാനമാണ് ഈശോയെ, നന്ദി. ഇതുപോലെ നന്ദി പറയുക, ആരാധിക്കുക, സ്തുതിക്കുക. അത്യുന്നതനായ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ ആ വലിയ ശക്തി ദൈവം, ആ അപ്പനോട് നമ്മളും മക്കൾ ചേർന്ന് നിൽക്കുമ്പോൾ അപ്പൻ പുത്രന് അവകാശപ്പെട്ടതെല്ലാം അപ്പൻ വിളമ്പി തരും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാമല്ലോ. 1 സ്റ്റെപ്പ്
ബാക്ക്വേർഡ് 3 സ്റ്റെപ്പ് ഫോർവേഡ്. ഈശോ അനുഗ്രഹിക്കട്ടെ.